ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് കപ്പിൾ റീൽ വീഡിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് Capcut ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. Capcutൽ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ Capcut ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എങ്ങനെ Capcut ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിളിൻ്റെ ഈ ഒരു സെർച്ച് ബാറിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ലിങ്കിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഇതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ടെംപ്ലേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് യൂസ് ടെംപ്ലേറ്റ് ഇൻ Capcut എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങളെ VPN ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം Capcut ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ VPN ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ VPN ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ VPN ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം VPN കണക്ട് ചെയ്യുക. അതിനുശേഷം യൂസ് ടെംപ്ലേറ്റ് ഇൻ Capcut എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആ ഒരു ടെംപ്ലേറ്റ് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും യൂസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നമുക്കൊരു 3 ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെ 3 കപ്പിൾ ഫോട്ടോ, അതായത് 2 സിംഗിൾ ഫോട്ടോയും അതുപോലെ ഒന്ന് നിങ്ങൾ ഒരു കപ്പിൾ ഫോട്ടോയും നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് 3 ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രിവ്യൂ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ പ്രിവ്യൂ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലിവിടെ കാണാൻ പറ്റും മുകളിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ ആദ്യം ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ വാട്ടർമാർക്കോട് കൂടി നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി വാട്ടർമാർക്ക് ഇല്ലാതെയാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ കാണാൻ പറ്റും എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വാട്ടർമാർക്ക് ഇല്ലാത്ത രീതിയിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരിക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളെ Capcut ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇനി നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിലുള്ള ആ ഒരു സെയിം ഓഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ ആ ഒരു ട്രെൻഡിങ് വീഡിയോയുടെ ആ ഒരു ഓഡിയോക്ക് അനുസരിച്ച് കറക്റ്റ് ആ ഒരു വീഡിയോ കിട്ടാനായി നമ്മൾ ചെറിയൊരു എഡിറ്റിങ്ങും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഗാലറിയിൽ നിന്ന് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിലുള്ള ആ ഒരു ഓഡിയോ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലെയറിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ താഴെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് വോളിയം 0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടിക്കിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ആ ഒരു കപ്പിൾ വീഡിയോയിലുള്ള ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോയിലുള്ള ആ ഒരു ട്രെൻഡിങ് സോങ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കാണാൻ പറ്റും ആഡ് ഓഡിയോ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെ സൗണ്ട്സ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൊരു ഫയലിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ കാണാൻ പറ്റും ഫ്രം ഡിവൈസ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഓഡിയോസ് സോങ്സ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾ ആ ഒരു ട്രെൻഡിങ് സോങ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ആ ഒരു സോങ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ അത് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സോങ് ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കപ്പിൾ വീഡിയോയിലുള്ള അതേ രീതിയിൽ നമ്മളെ വീഡിയോയും ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു എഡിറ്റിംഗ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഭാഗത്തോട്ട് വരിക. അതായത് നമ്മളെ 2ാമത്തെ ഫോട്ടോ അവസാനിച്ച് 3ാമത്തെ ഫോട്ടോ എൻ്റർ ആവുന്ന ആ ഒരു ഭാഗത്തോട്ട് വരിക. അപ്പോൾ 3ാമത്തെ ഫോട്ടോ എൻ്റർ ആവുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റർ ആവുന്നത്. ഈ ഒരു എഫക്റ്റോട് കൂടിയിട്ടാണ് 3ാമത്തെ ഫോട്ടോ എൻ്റർ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരിക. അതിനുശേഷം മുകളിലുള്ള ആ ഒരു വീഡിയോ ലെയറിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അതിനായിട്ട് താഴെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 2ാമത്തെ ഫോട്ടോ എൻഡ് ആവുന്ന ഭാഗം, അതായത് 2ാമത്തെ ഫോട്ടോ എൻഡ് ആവുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻഡ് ആവുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ലേശം, അതായത് ഞാൻ കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്.
ഇതിൽ നാടോടി കാറ്റിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ഉണ്ട്. കറക്റ്റ് ഈ ഒരു ഭാഗത്ത് കൊടുന്ന് വെക്കുക. അതായത് ആ ഒരു നാടോടി കാറ്റിൻ എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ കൊടുന്ന് വെക്കുക. അതിനുശേഷം ആ ഒരു വീഡിയോ ലെയറിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗവും ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. അതിനായിട്ട് താഴെ സ്പ്ലിറ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പോർഷൻ, ഇത്രയും പോർഷൻ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അതിനായിട്ട് ആ ഒരു ലെയറിലോട്ട് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാണാൻ പറ്റും ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ആ പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യുകയാണ്. നാടോടി കാറ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു എൻഡ് ആവുന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു മൂന്നാമത്തെ ഫോട്ടോ ഇതുപോലെ വരുന്നതായിരിക്കും. ആ ഒരു ട്രെൻഡിങ് വീഡിയോയിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ എൻഡ് ഭാഗത്തോട്ട് വരിക. അപ്പോൾ ഈ ഒരു എൻഡ് ഭാഗത്ത് ഒരു വാട്ടർമാർക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു വാട്ടർമാർക്കിൻ്റെ ആ ഒരു ലെയർ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓഡിയോ ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ബാക്കിയും ഇവിടെ കുറച്ച് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓഡിയോയുടെ ലെവലിൽ ഈ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോ ലെയറും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ട്രെൻഡിങ് കപ്പിൾ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ ഇവിടെ ഒരു ആരോ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മുകളിൽ ഡൺ എന്ന് പറയുന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു കപ്പിൾ റീൽ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.